റെയിൽവേയിൽ 20 വർഷക്കാലം ജൂനിയർ എഞ്ചിനീയറായി ജോലി ചെയ്തതിന്റെ ഓർമ്മയിൽ തീവണ്ടി കോച്ചിന്റെ മാതൃകയിൽ കെട്ടിടം നിർമ്മിച്ച കാസർഗോഡ് ചാലിങ്കാലിലെ ടി ദാമോദരൻ. റോഡരികിൽ നിർമ്മിച്ച ആച്ച കോച്ച് കെട്ടിടം ആളുകളെ ആകർഷിക്കുകയാണ്. ചാലിങ്കാൽ രാവണേശ്വരം റോഡിലൂടെ കടന്നു പോകുന്നവരുടെയെല്ലാം നോട്ടം ഇതിലേക്കാണ്. തീവണ്ടി കോച്ച് ഉയർത്തിവച്ച രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആകർഷകമായ ആച്ച കോച്ച് റെസിഡൻസ് കെട്ടിടത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേയിൽ രാജസ്ഥാനിൽ നിന്ന് തുടങ്ങി വെസ്റ്റേൺ റെയിൽവേ, സെൻട്രൽ റെയിൽവേ, സദേൺ റെയിൽവേ എന്നീ സോണുകളിലായി 20 വർഷക്കാലം അസിസ്റ്റന്റ് എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച ചാലിങ്കാലിലെ ടി ദാമോദരന്റെ സ്വപ്ന സാഫല്യമാണ് ഈ കോച്ച് മാതൃകയിലുള്ള കെട്ടിടം. 3 വർഷം സമയമെടുത്താണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പുറത്തേക്ക് കാണും വിധത്തിലുള്ള ബർത്തുകളടക്കം സജ്ജീകരിച്ചുകൊണ്ടാണ് വ്യത്യസ്തമായ കെട്ടിട നിർമ്മാണം നടത്തിയത്. സദേൺ റെയിൽവേയിൽ മാംഗ്ലൂരാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതായത് ദീർഘകാലത്തെ കോച്ച് മെയിൻ്റനൻസ് ആണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളത്. ഈ 20 ഇയേഴ്സിൽ റെയിൽവേയോട് എനിക്ക് വലിയൊരു കടപ്പാടുണ്ട്. എനിക്ക് സർവീസിലുള്ള സമയത്ത് ശമ്പളം തന്നതും അതിനുശേഷം ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന റെയിൽവേയോട് ഒരു കടപ്പാടുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ച അമ്മ, പാവപ്പെട്ട കുടുംബത്തിലെ അമ്മ, എനിക്ക് ഈ ജോലി വാങ്ങാനുള്ള അവസരം ഉണ്ടാക്കി തന്ന അമ്മയ്ക്കോട് എനിക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കോച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പേര് ആച്ച കോച്ച് എന്ന പേരിട്ടു. പിന്നെ അതുകൂടാതെ റെയിൽവേയുടെ അവിടെയുള്ള കടപ്പാട് കൊണ്ടാണ് ഈ റെയിൽവേയുടെ ഡബ്ബ, അതായത് കോച്ച് ഉണ്ടാക്കാൻ കാരണം. എത്ര മാസം എടുത്തു? ഇത് തുടങ്ങിയിരിക്കുന്നത് 3 വർഷത്തോളം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. കാരണം അത് സാങ്കേതികമായ ചില പ്രശ്നങ്ങളാണ്. ബോഗികളിൽ കാണും വിധത്തിലുള്ള സ്പ്രിങ്, ബോൾസ്റ്റർ, ബഫർ, ആക്സിൽ ബോക്സ് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം റിട്ടയർ എഞ്ചിനീയറായ ദാമോദരൻ തന്നെ നിർമ്മിച്ച് തൊഴിലാളികളുടെ സഹായത്തോടെ ഘടിപ്പിക്കുകയായിരുന്നു. ആച്ച കോച്ച് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആഘോഷപൂർവം നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് ദാമോദരനും കുടുംബവും. അമൃത ന്യൂസ്, കാസർഗോഡ്.